വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റാണ്. ഇപ്പോൾ ലാഗുണ്ട്. കയറിയ ഉടനെ അപ്പം തന്നെ ലാഗായി ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടം വരെ നിർത്തി വീട് പണി കടിത്തര ഗൈസ്. നമ്മൾ ഇന്നലെ സന്നിട്ടേ ഞാൻ ഇത് ചെയ്തു ഗൈസ്. ഇങ്ങനെ ഇന്നലെ നിങ്ങൾ ലാഗ് മാറട്ടെ ഗൈസ്. എന്നിട്ട് ഓക്കെ ഗൈസ്, ഇപ്പം അത്യാവശ്യം ലാഗ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നലെ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചു. ഞാൻ വീടാൻ പറ്റില്ല, അത്യാവശ്യം ലോങ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ലോണം ലോങ് ആയി വീഡിയോ. അപ്പം നമുക്ക് ഇത് ചെയ്തൊന്നും ഇടാൻ പറ്റില്ല, സോറി ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ വഴിയൊക്കെ സെറ്റാക്കിയിട്ട് ഫാമൊക്കെ തുടങ്ങണം. ആരുടെ നോക്കട്ടെ, കോള് വേണം. കോള് ഒരു സ്റ്റാക്കുണ്ട്. ഇത് നമുക്ക് പറയണ്ടേ, ഇത് 4 സ്റ്റാക്കുണ്ട്. ഇത് ഗോൾഡൻ ആപ്പിൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആപ്പിൾ ഓടിക്കട്ടെ, ബോണ ഓടിക്കട്ടെ. ഇത് ഒരെണ്ണം വേണം, ഒരു സ്റ്റാക്ക് ഓടിക്കട്ടെ. ടോർച്ച് നമുക്കൊരു 21 ഇവിടെ വെച്ചേക്കാം. ബാക്കിയെല്ലാം അവിടെ ഇരുന്നോട്ടെ, അതൊക്കെ ഒന്നും വേണ്ട. സ്റ്റിക്ക് ഇരിക്കട്ടെ, ഫുഡ് ഇരിക്കട്ടെ, ഇതിരിക്കട്ടെ, പിക്കാക്സ് കുറേ ഇരിക്കട്ടെ. ഒരു പിക്കാക്സ് എടുത്താൽ മതി. 2 പിക്കാക്സ് എടുത്താൽ അത് ഇത് വേണം ഗൈസ്. പിന്നെ ചെസ്റ്റ് ഇരിക്കട്ടെ. കോൾ എന്തിനാണ് ഗൈസ്? കോളും ഇരിക്കട്ടെ അവിടെ. കോളൊന്നും വേണ്ട, നമുക്ക് ഇത്ര സാധനങ്ങൾ മതി. ഇടക്ക് ഫുഡ് ചെയ്യാൻ. അപ്പം നമ്മൾ ഇന്ന് എത്ര ദിവസമായെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസമായി? 9 ദിവസമായി ഗൈസ്. നമ്മൾ നിൽക്കാൻ തുടങ്ങിയിട്ട് 9 ദിവസമായി. അപ്പം നമുക്ക് ഫുഡൊക്കെ ഉണ്ടെങ്കിൽ ഫുഡൊക്കെ ഇതിൽ വെക്കാൻ പറ്റിയാൽ ഫസ്റ്റ് നമുക്ക് ടോർച്ചൊക്കെ വേണം. ഇപ്പം അല്ല, മൈനിങ്ങിന് പോയാൽ ഇപ്പം അല്ല ഗൈസ്. അപ്പം ഇന്ന് ഇവിടെയൊക്കെ ശരിയാക്കാൻ പോവുകയാണ്. ഷവലെടുത്തില്ല. അതിന് ഷവലുണ്ടാക്കി വെച്ച് ഷവലെടുക്കാം. അങ്ങാട് നമുക്ക് ഇതിലിറങ്ങിയാൽ മതില്ല ഗൈസ്. ഇത് വളർന്നോളും. പൂവൊക്കെ ഇവിടെ കൊണ്ടു നോക്കാം, അതായിരിക്കും നല്ല ഗൈസ്. പൂവൊക്കെ പിടിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലാണ് നോക്കാം. എല്ലാ പൂ എടുത്തിട്ടുണ്ട് നമുക്ക്. എന്നിട്ട് ഇവിടെ അങ്ങനെ നടാം. ഡാർക്കാണല്ലോ, കുഴപ്പമില്ല. 2 സ്റ്റെപ്പ് മതിയില്ലേ? വാടാ, ഇത്രയൊക്കെ മതിയോ? അയ്യോ, അങ്ങനെ ചെയ്സ് ഇവിടേക്ക് ഇങ്ങനെ നട്ടിട്ടുണ്ട് ഗൈസ്. ഇವಾಗ ചേരം പിടിക്കും, ദിവസം പിടിക്കും. ദിവസമല്ല, ചേരം. പിന്നെ ഇതിലിറങ്ങാനുള്ള വഴിയുണ്ട്, പക്ഷെ ഇതിലിറങ്ങാനുള്ള തീയേട്ട വഴി ഇവിടെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങാം, ഇങ്ങനെ കയറാം. ഒരു വഴിയാണ് ഇങ്ങനെ കയറുക. ഇതൊരു വഴിയായി. ഇനി വേറൊരു വഴിയും വേണ്ട. ഇനി നമുക്ക് വേറൊരു വീറ്റ് ഫാം തുടങ്ങാം. അതെ, ഇവിടെ ഒരു വീറ്റ് ഫാം തുടങ്ങണം. വീറ്റിട്ട് തരാം. വീറ്റ് നമ്മൾ ഇനിയും പൊട്ടിക്കും ഗൈസ്. ഇവിടെ കുറേ വീറ്റ് കിടക്കണം. പൊട്ടിക്കുമ്പോൾ കിട്ടുന്നില്ല. ഇങ്ങനെ ഒരെണ്ണം വെച്ചൊക്കെ കിട്ടും. അങ്ങനെ വെച്ച് അപ്പോൾ നമുക്ക് വീറ്റ് അങ്ങനെയൊക്കെ ചെയ്യാം. ഫെങ്സ് എങ്ങനെ ഉണ്ടാക്കണം ഗൈസ്? എനിക്കറിയണം, മറന്നു. ഫെങ്സ് ഉണ്ടാക്കണം എങ്ങനെയാണ് ഗൈസ്? മരം വേണം. ക്രാഫ്റ്റിൻ്റെ എടുക്കുക. ഫെങ്സ് ഇങ്ങനെ നോക്കാം ഗൈസ്, അതൊക്കെ നല്ലത്. ഫെങ്സ് വേണമെങ്കിൽ കാണാം. ഫെങ്സ് 2 സ്റ്റിക്കും. ഓക്കെ, സ്റ്റിക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു
സ്റ്റാക്കുമാരൊന്നും വേണ്ട ശരിക്കും 32 പേർ കൊടുക്കാം. ഇത്ര സ്റ്റിക്കൊന്നും വേണ്ട ശരിക്കും പറഞ്ഞാൽ. ഇവിടെ മുക്കുക, പകുതി ഇവിടെ മുക്കുക, എന്നിട്ട് എടുത്തിട്ടുണ്ട്. ഒരു സ്റ്റാക്ക് സ്റ്റിക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഇതിന് നമ്മൾ ഫുള്ള് ഇത് പണിയാൻ പോവുകയാണ്. ഓക്കെ, ഒരെണ്ണോ ഓ ഇത് വെച്ചിട്ട് ഇതിൻ്റെ പകുതി ഇവിടെ, ഇതിൻ്റെ പകുതി ഇവിടെ, ഇതിൻ്റെ പകുതി ഇവിടെ. അപ്പോൾ 32 ഇതിൻ്റെ പകുതി ഇവിടെ. ഫുള്ളിങ് അവിടെ 48 കിട്ടി. അത് മതി, അത് ധാരാളം. പിന്നെ മറ്റേ ഫെൻസ് എങ്ങനെ ഉണ്ടാക്കണം, ഡോറ് തുറക്കാൻ പറ്റണത് അത് നമുക്ക് മാറിയില്ല. ഇങ്ങനെ മതി. അങ്ങനെ ഉണ്ടാക്കണം ഗൈസ്, ഒന്ന് പറഞ്ഞു തന്നെ കേട്ടോ ഗൈസ്. ഞാനേ അങ്ങനൊന്നും പഠിച്ചതില്ല ഉണ്ടാക്കണമെന്ന്. ഇതിങ്ങനെയാണെങ്കിൽ ഇവിടെ 2 ഡോറ് വരും, അറിയത്തില്ല ഗൈസ്. ഇങ്ങനെ നോക്കാം. ലാഡർ ഉണ്ടല്ലേ, ലാഡർ എങ്ങനെ വേറുള്ള സാധനം കിട്ടണതാ. അത് കിട്ടി. അത് ഇപ്പുറത്ത് 2 ഇപ്പുറത്തേക്ക്. ഓക്കെ, ഇപ്പുറത്ത് 2 ഇങ്ങനെയല്ലേ. ഓക്കെ, സെറ്റാക്കട്ടെ. ഏണോ? അയ്യോ 2 ചെയ്യുന്നു. പക്ഷേ ഓക്കില്ല, അത് ഉപകാരപ്പെടും. നമുക്ക് ഒരു 3 മതിയാവും. അപ്പോൾ നമ്മൾ എന്താ പണിയാ നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത്ര വീറ്റ് ഞാനൊരു ഹോ ഉണ്ടാക്കട്ടെ. ഹോ ഉണ്ടാക്കിയിട്ട് വരാം. പൗതി ഉണ്ടാക്കിയാൽ മതിയാവും. അത്രയൊക്കെ മതിയാവും ഗൈസ്, പൗതി മതിയാവും. ഹോ ഉണ്ട് ഗൈസ്. എല്ലാവരും ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക ഗൈസ്. പിന്നെ പറയണം ഗൈസ്, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 15 ആണ് സബ്സ്ക്രൈബേഴ്സ്. അങ്ങനെ കൂടി ലൈക്ക് ചെയ്യുക ഗൈസ്. നമ്മൾ എത്ര നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോയില്ല. ഓക്കെ, സെറ്റാക്കാൻ പറ്റി. നമ്മ ഇതിങ്ങനെ വെക്കുക. നമുക്ക് ഇവിടെ നിന്ന് മതി, ഇവിടെ നിന്ന് ഇങ്ങനെ മതി. 1 2 3 4 വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കാൻ മതി. വാട്ടർ ബക്കറ്റ് ഉണ്ടാകട്ടെ, അല്ലെങ്കിലേ നടക്കും. നടന്നോട്ടെ. 3 ആണല്ലോ വേണ്ടത്. 3 എടുത്തിട്ടുണ്ട്. വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കണം. എനിക്കെങ്ങനെയാണെന്ന് അറിയാം, പക്ഷെ തിന്നൂല. ഇങ്ങനെ വാട്ടർ ബക്കറ്റ്. ഓക്കെ, നമുക്കിനി പോയി വാട്ടർ വെള്ളം എടുക്കാം. രാത്രി പറയും കിടക്കണം. അത് നമുക്ക് നമുക്കൊന്ന് മറ്റേ വഴി കയറാം. മറ്റേ വഴിയില്ലേ, ആ വഴി കയറാലോ ഗൈസ്. ഈ വഴി നമ്മൊന്നും മറക്കത്തില്ല. നന്നാവും. കിടന്നുറങ്ങട്ടെ ഗൈസ്, അതായിട്ട് വരാം. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം ഇന്ന് ബാക്കി പണിയാൻ പോവുകയാണ്. അടുക്കെന്ന് പറയുമ്പോൾ ഇവിടെ ഇട്ട് ഇവിടെ ഒരു അൺലിമിറ്റഡ് വാട്ടർ ആക്കട്ടെ. ഞാൻ ചാവോന്ന് വിചാരിച്ചു ഗൈസ്, ചത്തില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോൾ ഡാമേജ് ഇച്ചിരി കുറവായിരിക്കും. എൻ്റെ ഇതായതുകൊണ്ടേ അയൺ ആർമർ ആയതുകൊണ്ട് ഫോൾ ഡാമേജ് ഇച്ചിരി കുറവായിരിക്കും ഗൈസ്. ഒന്നും ഇട്ടിട്ട് വിചാരിച്ചെങ്കിൽ പകുതി 3/4 ഹെൽത്ത് പോയായിരുന്നു.
ഓ അപ്പോഴും ഒരെണ്ണം കൂടി വേണം ഗൈസ്. ഇവിടെ നിക്കട്ടാ ഉണ്ട് 5 ഇതുണ്ടല്ലേ. അതങ്ങനെ ശരിയാവും. അടുക്കുന്നൊരു കാറ്റുള്ളല്ലേ. ഇപ്പൊ സെറ്റായി ഗൈസ്, ഇപ്പൊ സെറ്റായി. പിന്നെ ഇവിടെ ഒരെണ്ണം എടുക്കുക. ഇവിടെ 2 എടുത്തിട്ട് നമുക്ക് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഇനി ഹോ ചെയ്യാനുള്ള പരിപാടി നോക്കാം. ഇതിനി പോകില്ല കേട്ടോ, അടിപൊളി. നമുക്ക് ഇത്ര വീറ്റ് വേണം. വീറ്റ് നമുക്ക് അടിയിലേക്ക് എടുക്കാമല്ലോ. അടിയിലെടുത്ത സെറ്റാവും. നിൽക്കട്ടെ ഗൈസ്, ഇത് ഫുൾ ചെയ്തിട്ട് വരാം ഗൈസ്. അപ്പോൾ നമ്മൾ അത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത്ര കൂട്ടാൻ കാരണം ഇതിങ്ങനെ പൊട്ടിക്കുക. എന്നിട്ട് നമ്മൾ ഇത് 2 വെക്കുക. അപ്പോൾ ലാഭമാണ് നമുക്ക്. പൊട്ടിക്കണം, എന്നിട്ട് 2 വെക്കണം. വെക്കുക, വീറ്റും കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഇതും കിട്ടും. വീറ്റ് വെക്കുമ്പോൾ ഇതും പൊട്ടിക്കാം. എനിക്ക് ബീട്രൂട്ട് വേണമെന്നുണ്ട്. ബീട്രൂട്ട് ഞാൻ എടുക്കണം. ഇപ്പം വീറ്റാണ് എടുക്കുന്നത്. 27 ഒരു സ്ഥലം അവിടെയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഹാപ്പിയാണ്. ഇവിടെ ചെയ്ത ക്യാരറ്റ് ഉണ്ട്. ക്യാരറ്റ് നമുക്ക് പിന്നെ എടുക്കാം. ഇപ്പം ക്യാരറ്റിൻ്റെ ആവശ്യമില്ല. എന്നാലും ഞാൻ ഒന്ന് വെട്ടിയെടുത്തേക്കാം ഗൈസ്. ക്യാരറ്റിൻ്റെ സീഡ് ഇട്ടു. 37 39 ഗൈസ്. ഇത്ര മതിയാവും. ഇത്ര മതിയാവും. നിൽക്കട്ടെ, ഫുൾ ചെയ്തിട്ട് വരാം. ഹേ ഗൈസ്, നമ്മ വഴി പണിതുകൊണ്ടിരിക്കണായിരുന്നു ഗൈസ്. നമ്മ ഇത്രയും പണിത് ഈ വെള്ളത്തിൻ്റെ അവിടെയും കൂടി ഉള്ളത്. ഇത്രയും പണിത് ഇങ്ങനെ കയറി പോകണം. സ്റ്റെപ്പ് വെക്കും ചിലപ്പോൾ ഗൈസ്. ഞാൻ ചിലപ്പോൾ സ്റ്റെപ്പ് വെക്കുന്നതായിരിക്കും. നല്ല പെട്ടെന്ന് നേരെ പോകാൻ പറ്റില്ല. ഇങ്ങനെ ചാടി പോകാൻ എനിക്ക് വയ്യ. പിന്നെ ഞാൻ ഇവിടെ കുറേ പൂ വെച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇല്ല, ഇതിയായിരുന്നു ഒരു മറ്റേ സാധനം കൂടെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ സെറ്റാണ്. ഇത് ഞാൻ വെച്ച് കൊടുക്കുക. നമുക്കിപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശബലമാണ് ഗൈസ്. ഇതിൽ ശബലങ്ങാണ്ട് ഉണ്ടാക്കിയിട്ട് പോകാം. ഞാനവിടെ നിന്ന് മണ്ണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. ബാക്കി ആരെങ്കിലും അയ്യോ ഇത്രയുള്ള കാര്യം. ഇത് ശബലല്ല, പൂ കയ്യിലെടുക്കുക. ഇവിടെ വെച്ചിട്ട് ഒരു പൂ നടുക. ഇവിടെ അങ്ങനെ വെച്ചിട്ട് ഒരു പൂ അങ്ങോട്ട് നടുക. ഇനി നേരെ പൂ നട്ടു പോകും. അങ്ങനെ പൂ നടുമ്പോൾ ഒരു ചന്തമല്ലേ. ഇവിടെ ഒരു വേറൊരു പൂ നടാം. 2 സ്ഥലത്തുണ്ട്. ഈ പൂ എനിക്ക് കിട്ടിയ ഇപ്പോൾ അടിയില്ല. നൈസ് പോലെ ഗൈസ്, അടിപൊളി പോവാണ് ഗൈസ്. അത് ഞങ്ങൾക്ക് വേണ്ടത് വേണ്ടത് ബാക്കി പൊടിയാണ്. ബാക്കി വിടാം. ഇവിടെ നിന്ന് അങ്ങാട് പോകാനായിട്ടുള്ളത്. നമ്മ വെട്ടണത് എവിടെ നിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ കാട്ടിത്തരാം. ഈ സാധനം വെട്ടി അങ്ങോട്ട് നികത്താനാണ്. ഫുള്ളങ്ങോട്ട് വെട്ടി നിൽക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് പുല്ലെടുക്കണം. പുല്ല് ഇല്ലല്ല, ഇവിടെ നമുക്ക് പശുത്തൊഴുത്ത് തുടങ്ങിയാലോ അങ്ങനെയുണ്ട്. ഇപ്പം അല്ല, പിന്നെ ഈ എപ്പിസോഡിൽ നമ്മൾ മൈനിങ്ങിന് കൊണ്ട് എല്ലാവരും കാണാതെ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. മൈനിങ്ങിന് കൊണ്ട് അടിപൊളിയാക്കും ഗൈസ്. മൈനിങ് ഒക്കെ നൈസ് മൈനിങ് ആയിരിക്കും.
നമ്മിന്ന് ഡയമണ്ട് അപ്പി അല്ലെങ്കിൽ ഇതെങ്കിലും തപ്പി പോകണം ഗൈസ്. എനിക്ക് ഒന്നാമത് എന്തെങ്കിലും തപ്പി പോകണം. ഗോൾഡില്ല, ഗോൾഡൻ ആപ്പിളൊക്കെ ഉണ്ടാക്കിയിട്ട് വെറുതെ ഇത്രയും ചെയ്തിട്ടുണ്ട്. അമ്മ ഇവിടെ എന്തിനാ വെക്കണമെന്ന് വെച്ചാൽ പൂ നടാനാണ്. പൂ നടാൻ വേറൊന്നിനല്ല, പൂ നടാൻ മാത്രം. പൂ എനിക്ക് ഭയങ്കര ചന്തമായിട്ട് തോന്നി. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇത് ഇങ്ങനെ ഇത്ര ഉണ്ടാവും വേസ്റ്റ്. ഇപ്പോൾ ഒരു വരിയായില്ലേ? ഇപ്പോൾ ഒരു വരിയായി. ഇപ്പോൾ ഒരു വരിയായില്ലേ? അടിപൊളി. ഇവിടെ ലൈറ്റൊക്കെ വെക്കണ്ടേ? ലൈറ്റൊക്കെ വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യും. വെയിറ്റ് ചെയ്യും, ലൈറ്റൊക്കെ വെക്കും. ഫസ്റ്റ് കിടന്ന് ഉറങ്ങട്ടെ രാത്രി നമുക്ക് റെഡി കിടന്നുറങ്ങാം. വല്ല ലൈക്ക് അടിക്കാതെ ഒരു ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളെ മൂന്നാമത്തെ പാർട്ടാണ്, പാർട്ട് 3 ആണ്. 2 ആണത്തവർ 2 കാണുക, 1 ആണത്തവർ 1 കണ്ടിട്ട് വരിക. ഓ വളരണുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് വേണ്ടത് ലൈറ്റ് ലൈറ്റ് എടുത്തിട്ടുണ്ട്. ഫെൻസ് ഇനി ഉണ്ടാക്കണോ? 50 ഉണ്ട് ഉണ്ടാക്കാനായിട്ട്. 5 6 7 7 8 9 9 എണ്ണം ആയിട്ടുണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നേരെ ഫെൻസ് ബിൽഡ് ചെയ്യണം. അടുത്ത് ഓക്കെ, ഇതങ്ങാട് ഇങ്ങനെ 8 എണ്ണം 8 ഓക്കെ, കറക്റ്റ് 8 എണ്ണം. ഇവിടെയും കറക്റ്റ് 8 എണ്ണം വെക്കാം. 9 എണ്ണം വെച്ചിട്ടുണ്ടാവും. കുഴപ്പമില്ല, ലാസ്റ്റ് കിടന്നാവും. ഓ 29 എണ്ണം കിട്ടി. 29 എണ്ണം കിട്ടി ഗൈസ്. അത്ര മതി ലൈറ്റൊക്കെ വെക്കാൻ. ഇവിടെ ഒരു ലൈറ്റ് വെക്കണം. അങ്ങനെ വെക്കോളൂ ഗൈസ്. പിന്നെ ഇവിടെ ലൈറ്റ്, ഈ മൂലക്കൊരു ലൈറ്റ്, ചിലപ്പോൾ ഈ സെൻറ്ററിലൊക്കെ അങ്ങനെ ലൈറ്റ്, ഇവിടെ ഒരു ലൈറ്റ്. പിന്നെ ഈ കേരളത്ത് 2 ലൈറ്റ് വെച്ചേക്കാം. നമുക്കിങ്ങനെ നടന്നു പോകുമ്പോൾ ഇവിടെ ഒരു ലൈറ്റ് വേണം. ഇവിടെ ലൈറ്റ്, പിന്നെ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. എല്ലാവരും കാണാത്ത ഭാഗത്ത് വെക്കാം, എന്നാലും ഒരു ചന്തം ഉണ്ടാവുള്ളൂ. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് വെക്കണം, അത് മാറ്റുക. നമുക്ക് ഇത് ഇവിടെ വെക്കുക. എവിടെയെങ്കിലും വെച്ചാൽ ആ പൊക്കത്തൊക്കെ ഇതാണ് ചെയ്ത് പടി വെക്കുക. എന്താണെന്ന് അറിയാം ഗൈസ്, ഭയങ്കര ബഗ്ഗല്ല ഇത്. നമ്മൾ ഡെയിലി വീഡിയോ ഇടാൻ നോക്കും, ഇനി ചിലപ്പോൾ പറ്റത്തുള്ളൂ ഗൈസ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ശോകമാണ്. നമുക്ക് ഇവിടെ ഒരെണ്ണം വേണം ലൈറ്റ്. പിന്നെ ഇവിടെ ഒരെണ്ണം വേണം, ഇവിടെ ഒരെണ്ണം വേണം. ഇവിടെ വെച്ചേക്കാം. പിന്നെ ഇവിടെ അങ്ങാടി ഇങ്ങനെ വെച്ചാൽ മതി ഗൈസ്. വരുമ്പോൾ ആടെ ഓർമ്മ ഇവിടെ വെച്ചാൽ വെച്ച് വാങ്ങിക്കണം. ലൈറ്റ് ഇങ്ങനെ വെച്ച് ഇവിടെ വെച്ച് ഓക്കെ കഴിഞ്ഞു. സംഭവം പിടിച്ച എല്ലാം കളഞ്ഞിട്ട് നമ്മൾ ക്ലീനായി കിടക്കണം. ഓക്കെ, ഇപ്പോൾ സെറ്റായിട്ടില്ലേ? ഇപ്പോൾ സെറ്റായി, വഴിയൊക്കെ സെറ്റായില്ലേ? ഇത് വഴിയാണെന്ന് അറിയാനുണ്ട് വഴിയ. ഓക്കെ, എൻ്റെ അമ്മയെ പൂവും കൂടിയാണ് കുറേ. നമ്മൾ പോയി എടുക്കും കഴിച്ചത്. അങ്ങനത്തെ സ്ഥലത്ത് കുറേ പൂവുണ്ടാവും. ഞാൻ അവിടെ നിന്ന് തന്നെ ഇത്രയും പൂവ് എടുത്തു. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും കുറേ പൂവുണ്ടാവും. അപ്പോൾ നമ്മൾ എടുക്കും കഴിച്ച്. ഇനി നമ്മൾ മൈനിങ്ങിന് പോകുന്നതാണ്. മൈനിങ്ങിനായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഫുഡും വേണം. പിന്നെ ഒരു ബെഡ് എടുക്കണം. അടിയിലോട്ടല്ലോ
പിക്കാക്സ് എല്ലാം എടുത്തടാ, അഥവാ ആവശ്യം വന്നാലും. ശവല് വേണ്ട, ഇത്ര മതിയായി, ഇതൊക്കെ ഒന്നും വേണ്ട. വീട്ടിൽ നിന്ന് വിടക്കൂല, ഇതൊന്നും വിടക്കൂല. ഉണ്ട് ഇതൊക്കെ ഇതൊക്കെ 23 നോട്ടെ. ഇതെങ്ങനെ 23 കിട്ടി? എല്ലാം തീർന്നല്ലേ? ആ വീട്ടിലിരുന്നോട്ടെ അല്ലേ, വേണ്ട അവിടെ വീട്ടിലിരുന്നോട്ടെ. ഫുഡ് വെച്ചോളൂ. ഓക്കെ സെറ്റ് ചെയ്സ്, എല്ലാം സെറ്റാണ്. നമുക്ക് വീറ്റ് നോക്കണം. ഇത് നമുക്ക് ഇത് രണ്ടും വെച്ചേക്കാം. പിന്നെ നമുക്ക് പോവാം മൈനിങ്ങിന്. ഗോ ടു മൈനിങ്. ഇവിടെ പോവും. ഇവിടെ അടക്കേണ്ടത് അടിപൊളി. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും പോകാം. ഇതിൽ നമ്മൾ കുഴിച്ചു പോകണം, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കണം ഇങ്ങനെ മൈൻ ഷാഫ്റ്റ് പോലത്തെ. ഇത് ഇത്ര ഉള്ള കോളുണ്ട്, എനിക്ക് വേണ്ട, രണ്ടുപേരണം മതി. ടോർച്ച് വേണതേ, മറന്നേ കേസ്. ടോർച്ചാണ് അടുത്ത്. ടോർച്ച് എടുത്തേക്കുമ്പോൾ കേസ്. ബോയ്സ് നമ്മൾ സാധനം എടുത്തിട്ടുണ്ട്. ടോർച്ച് ഒരു 57 എടുത്തിട്ടുണ്ട്. ബാക്കി അവിടെ ഉണ്ട്. അതാണ് ഇന്ന് പോണത്. ഇവിടെ പോകുന്ന സംശയം. ഇവിടെ കുറേ കോളുണ്ട് കേസ്. അതാണ് എനിക്ക് ഒരു സ്റ്റാക്കോളം കോളുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോൾ കുറേ എടുത്ത് വെച്ച്. ഇവിടെ മൈനിങ് ഏരിയ ഇല്ല കേസ്. ആ ശോകം നമ്മ മൈൻ ചെയ്തതാണ്. അത് ചട്ടിയാണ്. അവിടെ ഒരു ഞാൻ കുഴി കണ്ട്. എൻ്റെ പിന്നെ ക്രീപ്പർ എന്നാ രാവിലെ ഒരു കഴി കണ്ടല്ലോ, കുഴി ഒന്നുമില്ലേ. അവരിഞ്ഞ് മൈൻസ് പോലത്തെ സാധനം കണ്ടുപിടിക്കണം. ഈ സാധനം അടിപൊളിയാണ്. ഈ സാധനത്തിന് എനിക്ക് വളർത്തണം. ബ്രോസ് കണ്ട ഇവിടെ കുറേ പൂക്കൾ. നമ്മുടെ വീട് അവിടെ അല്ലേ. റീസ്പോൺസ് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. നമ്മുടെ അടുത്ത് അധികം ഒന്നുമില്ല. ചാവണി നേരെ മറന്നോണി നേരെ അങ്ങോട്ട് പോകും. റീസ്പോൺ ബെഡ് അവിടെ അല്ലേ, അവിടെ റീസ്പോൺ ആവണല്ലോ. പോവാ. ഇവിടുത്തെ അങ്ങോട്ട് കുടിച്ചാലോ എന്നാലോചിക്കണേ. ഇവിടേക്കെല്ലാം ആകെ ഉണ്ട്. അതിൻ്റെ ഉള്ളു കേട്ടോ. കിട്ടി സ്ഥലം കിട്ടുന്നുണ്ട്. ഉള്ള ഇതാണോ? ഓ കിട്ടി. ഓക്കെ ടോർച്ചോടെ ചപ്പിയ സ്ഥലം. ഒരു ടോർച്ച് വെച്ചേക്കാം. ഭയങ്കര പൊട്ട സ്ഥലം കൈസ്. ഇവിടെ അല്ല, എൻ്റെ പൊക്കത്തണം. ഇവിടെ കൈസ് ഒക്കെ ഒരു കുഴിയാണോ? എനിക്കൊന്നല്ല. നമുക്ക് ഇനി പൊക്കത്തോട്ട് പോയി നോക്കാം. പൊക്കത്തോട്ട് സ്ഥലമാണ്. എവിടെയും കൂടി ഇല്ലെങ്കിൽ പൊക്കത്തെവിടെ സ്ഥലമാണ്. വന്നപ്പോൾ കണ്ടല്ലോ ഇവിടെ പൊക്കത്ത്. അവിടെ കൂടി പോയി നോക്കാം. ഇങ്ങനെ കയറാം. എത്തി. ഇതൊരു ഗുഹയൊന്നുമല്ല. ഇത് നമ്മ പൊക്കത്തോട്ടാണല്ലോ പോയത്. അടിയിലോട്ടാണ് പോകേണ്ടി ശരിക്കും. നിങ്ങൾ എൻ്റെ ഇത് കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ എന്ത് കഴിച്ചു. ഇതൊക്കെ നമ്മൾ പണ്ടേ വിട്ട് സാധനം. ഓ കണ്ട് ഞാൻ ഇങ്ങനെ തന്നെ. ഓ സാധനം കണ്ട്. കിട്ടി. സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം സെറ്റായി. എൻ്റെ അമ്മേ ഇരുട്ടിലോട്ടാണ് പോളി ഗൈസ്. തുടങ്ങിയിട്ടുണ്ട്. അയൺ കിട്ടി. ഓക്കെ അങ്ങാനുണ്ട്. ഓക്കെ നമുക്ക് അയൺ എടുക്കാം. ആവശ്യമുള്ള അയണൊക്കെ നമുക്ക് എടുക്കാം. കഴിഞ്ഞ
അയ്യോ വേറൊന്നുമില്ലേ? കഴിഞ്ഞ ഇത്രയുള്ള ഇവിടെ വെള്ളം തന്നെ നോട്ടെ വയസ്സ് എന്നിട്ട് വയസ്സ് ഓ അതെന്താണ് ഇവിടെ നിന്ന് മാത്രം വന്നു? നമുക്ക് അപ്പുറത്ത് ഗുഹയിലോട്ട് നോക്കാം. ഇവിടെ ഒരു അയൺ കിട്ടി, ഇനി അപ്പുറത്ത് എന്ത് കിട്ടുന്നുണ്ട്? അപ്പുറത്തെ ഗുഹ ഏതാണ്? വഴി രാത്രി ആവാറായി. ഏതെങ്കിലും ഗുഹയെ പറ്റണം. ഡയമണ്ട് വല്ലതും ഉണ്ടാ? വല്ലതും കാണണമെങ്കിൽ പറയണേ, കമൻറ്റ് ചെയ്തിട്ടേ ഇല്ല കാണുന്നെങ്കിൽ കമൻറ്റ്. അയ്യേ ശോകം. ഞങ്ങൾക്കപ്പോൾ ഇവിടെ മൈൻഡ് ചെയ്ത് അങ്ങോട്ട് പോവാം അടിയിലോട്ട്. ഇതേ പറ്റത്തുള്ളൂ. മൈൻഡ് ചെയ്ത് അടിയിലോട്ട് പോവാം. അവിടെ നമുക്ക് എവിടെ നിന്ന് മൈൻഡ് ചെയ്യണം? ആ അടിയിൽ നിന്ന് തന്നെ മൈൻഡ് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങനെ അടിയിലോട്ട് പോകണ്ട. 30 മിനിറ്റൊക്കെ ഉണ്ടാവും കൈസ്. വീഡിയോ ഒന്ന് കാണുക, ക്ഷമിക്കുക കൈസ്. ഇവിടെ അങ്ങനെ മൈൻഡ് ചെയ്ത് പോകാം. ഫസ്റ്റ് ഇതെടുക്കാം, ഇതിന് മൈൻഡ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ മൈൻഡ് ചെയ്ത് അടിയിലോട്ട് എത്തട്ടെ കൈസ്. അവിടെ ടൈമിന് കിട്ടിയാലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മൈൻഡ് ചെയ്യണേ. കുഴി കിട്ടിയാലും മതി. ഓ കൈസ് അയൺ കിട്ടി കൈസ്. ഇങ്ങനെ കിട്ടി വന്നാൽ മതി. ഒരെണ്ണം കിട്ടിയാളാ. അയ്യോ കണ്ട ഒരു അയൺ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഡയമണ്ടാണ്. ഡയമണ്ടും ഗോൾഡും നോക്കിയുള്ള മരമാണ് ഞാൻ. ഡയമണ്ടും ഗോൾഡും വേണമെങ്കിൽ ഡയമണ്ടും ഗോൾഡും മതി, വേറെ ഒന്നും വേണ്ട കൈസ്. എന്നുവെച്ചാൽ ഗോൾഡ് മാത്രമൊക്കെ ഉണ്ടാകാൻ. പിന്നെ ഡയമണ്ട് അറിയാലോ, ആർമറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാകാൻ. വേറൊരു സാധനം കിട്ടുന്നുണ്ട്. 4 സ്ഥലത്തുണ്ട്. കറക്റ്റ് സ്ഥലത്ത് തന്നെ. പൊളി. അതൊന്നും വേണ്ട എനിക്കധികം. എനിക്ക് കുറേ ഉണ്ട്. ഇപ്പം തന്നെ കുറേ കിട്ടിയിരുന്നു. 2-3 ഒരെണ്ണത്തേക്ക് കിട്ടുന്നുണ്ട്. അതൊരു ലൈറ്റ് എത്തുന്നു. ഓക്കെ, ഗുഹയൊന്നും കിട്ടാനുള്ള നാളെ വെച്ച് ചോദിക്കാനും ശരിയാവും. ഒരെണ്ണം വെച്ച് പോയാലോ എന്നാലോചിക്കണം. 2 എണ്ണം വെച്ച് പോയി. എത്ര അടി പോയെന്ന് പറഞ്ഞൂടെ? അവിടെ ഒക്കെ ഉണ്ട്. ഇവിടെ വെച്ച് അടിയിലോട്ട് കുറേ പോകണം കൈസ്. ഞാൻ ഒന്ന് അടിയിലോട്ട് പോകട്ടെ. അയണൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ ഇത് കിട്ടാനുള്ള ഡയമണ്ടൊന്നും കിട്ടൂല കൈസ്. എനിക്ക് ഉറപ്പാണ് ഡയമണ്ട് കിട്ടുമെന്ന്. അയണും കിട്ടും കുറേ ഉണ്ട്. ഇന്ന് ഡയമണ്ട് ആർമറായി. പിന്നെ വേറെ ഒന്നും ആവാൻ പറ്റൂല. ഡയമണ്ട് ആർമറായിട്ടുള്ള പക്ഷേ ഡയമണ്ട് മറ്റേതായിട്ടുള്ള കൈസ്. അപ്പോൾ കൈസ് നമ്മൾ ബെഡ്റോക്ക് വരെ എത്തി. ഇപ്പോഴും അയൺ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മതി കൈസ്. അയൺ കൊണ്ട് നമുക്ക് സന്തോഷിക്കാം. ഇതൊക്കെ പോവാം. കുറേ ഉണ്ട്. മൈൻഡ് ചാർജ് ഇട്ടാൽ കുഴപ്പമില്ലായിരുന്നു. മൈൻഡ് ചാർജ് ഇച്ചിരി രസമുണ്ടായിരുന്നു. ഇങ്ങനെ പോയിക്കോട്ടെ. ഇതന്നെ കൈസ് കാര്യം. ലൈറ്റോടെ ഡയമണ്ട് ഇവിടെ ആയിരുന്നു. പറയാൻ പറ്റത്തില്ലേ, ഇടക്കൊക്കെ വരും. അല്ലായ വണ്ടിയിലല്ല അതേപോലെ വരും കേസ്. അതാണ് എനിക്കൊരു പേടി. അയൺ കിട്ടിയാല് ഡയമണ്ട് ഇട്ടേച്ചെങ്കിലോ അതേപോലെ വരും.
ഇപ്പോഴാ വന്നെന്ന് പറയാൻ പറ്റത്തില്ല. അടുത്ത് ചിലപ്പോൾ ഇവിടെ ആയാലും മതി. കണ്ട ഇവിടെ ആയാലും മതി വരാം. ഇവിടെ പിന്നെ കാണാൻ പറ്റുന്നേ, ഇപ്പുറത്തോട്ട് കാണാൻ പറ്റില്ല, പിന്നെ ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ ഞാനൊരു ലൈറ്റ് വെച്ചോട്ടെ. നമ്മ എത്ര പോകുമെന്തോ ഇങ്ങനെ കുറേ പോകുന്നുണ്ട്. അടുത്ത് ഇതിനേക്കാളും ഇച്ചിരി അടിപൊളിയായിരിക്കും ഗൈസ്. എമറാൾഡ് എൻ്റെ ഫോണ് ഇങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി. ഒരെണ്ണം ഉള്ള ഗൈസ്, വേറെ ഒന്നുമില്ല. ഡയമണ്ട് ഇട്ടുള്ള ഗൈസ് കുറേ തപ്പണം ഗൈസ്. ഗൈസ് നമ്മ കുറേ അലഞ്ഞ് നമ്മ ഇത്ര എത്തി. നമ്മ ഇങ്ങനെ ഓള് കണ്ട ഗൈസ് ഇങ്ങനെ കിട്ടിയോളൂ എമറാൾഡ് ഗൈസ്. അപ്പോഴാണ് ഗൈസ് ദേ ഇപ്പുറത്തൊരിത് കണ്ടു കഴിഞ്ഞു. അത് ഞാൻ അങ്ങോട്ട് പോവാം. ലൈറ്റ് എടുത്തേ വെച്ച് ഇവിടെ ഉണ്ട് ഗൈസ്. ഇതിൽ പോവാം. സോംബീസ് ഉണ്ടാവോ ഗൈസ്? ലൈറ്റ് ഇവിടെ വെച്ചേക്കാം. അതിന് കിട്ടി ഗൈസ്. അയണെടുക്കട്ടെ. അയണെടുത്തില്ലെങ്കിൽ ഷോക്കും ഗൈസ്. അയണെടുക്കണം ഫസ്റ്റ്. അയൺ മസ്റ്റാണ്. അയൺ കുറേ കിട്ടും എന്നാലും കുഞ്ഞിപ്പോ ഇപ്പം അമ്മ ഏറ്റവും അടിയിലാണ് നിൽക്കണേ. അയൺ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ഗൈസ്. വേറെ ഡയമണ്ട് ഒന്നുമില്ല ഗൈസ്. എൻ്റെ അമ്മ ഓടിക്കോ. അപ്പം ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഗൈസ് ഇവിടുന്ന് പോവാം ഗൈസ്. ഡയമണ്ട് ഗൈസ്. എൻ്റെ പൊളി. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഡയമണ്ടാണ്. രണ്ട് ഡയമണ്ട് ഉള്ളൂ ഗൈസ്. അതിലൊന്നും എത്ര ഡയമണ്ട് ഉണ്ടാകുന്ന ഇത് 3 4 ഇത്ര ഉള്ളു ഗൈസ്. ഇത്ര മതി ഗൈസ്. 9 ഡയമണ്ട് കിട്ടി. ഞങ്ങൾക്ക് പൊക്കത്തോട്ടോ ഗൈസ്.